ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. എന്തായാലും നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ ഈ കേക്ക് എനിക്ക് എൻ്റെ ചേച്ചി ഇന്നലെ 12 മണിക്ക് മുറിക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത് തന്നതാണ്. അപ്പോൾ ഈ കേക്ക് മുറിച്ച് അതിൻ്റെ എൻ്റെ ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് സർപ്രൈസ്. അപ്പോൾ ഇന്ന് ഫ്രണ്ട്സിനായിട്ടൊന്ന് പുറത്തൊക്കെ പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും എല്ലാം ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ മുതൽ തുടങ്ങിയതാട്ടോ സർപ്രൈസുകൾ. അങ്ങനെ എണീറ്റു പോയി റെഡിയായി. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നു. അവിടെ നിന്നായിരുന്നു എൻ്റെ സെക്കൻഡ് സർപ്രൈസ്. ഇതാ കേക്ക്. എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഈ മണ്ടന്മാർ ഓവർ ആക്ടിങ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കേക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിലും അതിൽ എഴുതിക്കുന്നതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാനത് കണ്ടപ്പോൾ ശരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ അത് ഡോക്ടർ ആതിരാന്നൊക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ഇയർ ഇപ്പോൾ മെഡിസിന് കയറിയിട്ടുള്ളൂ. അപ്പോഴെങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഫൈനൽ ഇയർ ആകുമ്പോൾ എന്തൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് കണ്ടറിയാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോയുടെ ഒരുത്തൻ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഫ്രീ ഔട്ടായി പോയതാണ്. അങ്ങനെ മന്തി വന്നു. മന്തി കഴിക്കാൻ വേണ്ടി അതായത് മന്തി വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് സന്തോഷമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പാർക്കിൽ പോയി. അവിടെ നിന്നായിരുന്നു സെക്കൻഡ് സർപ്രൈസ്. തേർഡ് സർപ്രൈസ്. എനിക്കൊരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നാൾ വേണമെന്ന് വെച്ചതാണ്. കൊമളൂത്തി നടക്കുന്നതിനായിട്ട് നേരത്തെ ഫ്രീമോട്ടായി പോയത്. ഇതൊരു തരം പടക്കാണ്. ഇത് ആറെടുത്തിട്ട് പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവന്മാരെ പൊട്ടിച്ച് ഫുൾ നടന്നിച്ച്. എന്തായാലും അവിടെ എല്ലാവരെയും വെറുപ്പിച്ചിട്ടുണ്ട്. ഒരു 10-200 അവന്മാർ പടക്കം മേടിച്ചതിനെ തീർത്തു. എന്തായാലും അടിപൊളി ഒരു ദിവസമായിരുന്നു. ആൻഡ് ഐ വിൽ ബി ഓൾവേസ് താങ്ക്ഫുൾ ഫോർ ദിസ് ഗൈസ്. കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഉമ്മാരെ ഒരിക്കലും ചിരിപ്പിക്കാൻ മറക്കാറില്ല. ഉമ്മാരെ അടിച്ചെന്ന ഗിഫ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും ആയിരുന്നില്ല. എനിക്ക് ഉമ്മാരിട്ടുണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ ഇത്രയുള്ള ബാക്കി വിശേഷമായിട്ട് നാളെ കാണാം. അപ്പോൾ ടാറ്റ.